ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, രക്ഷകന്റെ പാലകനോട് ചേർന്ന് 3-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സ്വർഗീയ പിതാവിൻ്റെ നിഴലായ വിശുദ്ധ യോസേപ്പ് പിതാവിനെ കുറിച്ചാണ്. ദൈവവചനം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം തിരുവചനം. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈശോയെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ പിതാവായ ദൈവം നിശ്ചയിച്ച സമയം തന്നെ ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധിയുള്ള ഒരു അമ്മയെ ദൈവം ഈശോയ്ക്ക് വേണ്ടി കരുതി. ഇതുപോലെ തന്നെ ഈശോയെ വളർത്തി വലുതാക്കുവാൻ സ്വർഗീയ പിതാവിൻ്റെ നിറവും മണവും ജീവിതശൈലിയും മനസ്സുമുള്ള ഒരു പിതാവിനെ വേണമെന്ന് ദൈവം നിശ്ചയിച്ചു. അതാണ് യോസേപ്പ് പിതാവ്. യോസേപ്പ് പിതാവിനെ ഈശോ വിളിച്ചത് അപ്പ എന്നാണ്. ഈ ഭൂമിയിൽ ഈശോയെ മോനെ എന്ന് വിളിക്കാൻ നമുക്ക് ആർക്കും ഒരിക്കലും അവകാശമില്ല. എന്നാൽ വിശുദ്ധ യോസേപ്പ് പിതാവ് എത്ര പ്രാവശ്യം മോനെ എന്ന് ഈശോയെ വിളിച്ച് ചേർത്ത് നിർത്തിയിട്ടുണ്ടാവും? ഈശോ എത്ര പ്രാവശ്യം യോസേപ്പ് പിതാവിനെയും അപ്പ എന്ന് വിളിച്ചിട്ടുണ്ടാവും? ഇത്ര കണ്ട് ദൈവപുത്ര സ്നേഹിച്ച ബഹുമാനിച്ച അപ്പനെ നമുക്കും സ്നേഹിക്കണ്ടേ, ബഹുമാനിക്കണ്ടേ? നമുക്ക് അപ്പന്മാരുണ്ട്, എന്നാൽ ഈ ഭൂമിയിൽ ഒരപ്പനും യോസേപ്പ് പിതാവിനോളം വരില്ല. ഇന്ന് പ്രത്യേകമായി ഈ ഭൂമിയിലുള്ള എല്ലാ അപ്പന്മാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിൻ്റെ കാവൽ വിളക്കായ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ തേടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവിൻ്റെ നിഴലായ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ഭാവമുള്ള പിതാക്കന്മാരായി എല്ലാ അപ്പന്മാരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോസേപ്പ് പിതാവിനെ അനുകരിച്ച് കുടുംബത്തിൻ്റെ കാവൽ വിളക്കായി ജീവിക്കുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും